തൃശ്ശൂരിലെ തോൽവി പേർത്തും പേർത്തും ഓർത്താണ് കെ മുരളീധരൻ ഇതൊക്കെ പറയുന്നത്. തൃശ്ശൂരിൽ വന്ന് മത്സരിക്കാൻ തോന്നിയ മുഹൂർത്തത്തെ മനസ്സാ ശപിക്കുകയാണ് കെ മുരളീധരൻ. അതാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പ്രസംഗങ്ങളിലെല്ലാം തൃശ്ശൂർ ഓർമ്മ തികട്ടി വരുന്നത്. ഇനിയൊരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. തൃശൂരിലെ തോൽവിയിൽ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് കെ മുരളീധരൻ. വോട്ടുകൾ ബിജെപിയിലേക്ക് പോയത് പാർട്ടിയിലെ വിദ്വാൻമാർ അറിഞ്ഞിട്ടില്ല എന്ന് പരിഹാസം. ഉമ്മ വയ്ക്കണതും വേർപ്പൊപ്പി കൊടുക്കണം മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പുണ്ടെന്ന് ബോധം കെട്ട് ഒന്ന് തുടച്ച് കൊടുക്കും. ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തൃശ്ശൂരിനെ കണ്ടില്ല, 56,000 വോട്ട് ബിജെപി ചേർത്ത് നമ്മുടെ വിദ്വാന്മാർ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാൻ ഉറപ്പായിട്ട് ജയിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം അറിയാമോ? അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് അയക്കാൻ. അപ്പോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഷുവറാന്ന് പറഞ്ഞ് കേട്ടിട്ടാണല്ലോ ജീവിതം. അവിടെ ചെല്ലുമ്പോ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കരുതി യാത്ര ചെയ്യാൻ പറഞ്ഞു. വണ്ടിയിൽ നോക്കുമ്പോ സ്റ്റിയറിംഗും ഇല്ല, നട്ടുമില്ല, ബോൾട്ടും ഇല്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ താമര വിരിയിച്ചു ബിജെപി. സുരേഷ് ഗോപി തൃശൂർ ഇങ്ങെടുത്തു. ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ എൻ്റെ കൂടെ ഇറങ്ങി പറ്റിച്ചു. കെ മുരളീധരൻ്റെ കാര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് ഒളിച്ചിരുന്ന് അവിടെ ഇരുന്ന് ഓപ്പറേഷൻ നടത്തി. എന്താ നമ്മൾ പറയില്ലേ, ഒളിപ്പൂര്. ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്ന വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ. ഏതായാലും ചെന്ന് പെട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. തൃശ്ശൂർ കരുണാകരൻ മക്കളെ ഒരിക്കലും ജയിപ്പിക്കാത്ത സ്ഥലം. ഞാനും തോറ്റു, എൻ്റെ ചേട്ടനും തോറ്റു, അച്ഛനും തോറ്റു. ഈ ചിലർക്ക് ചില സ്ഥലങ്ങളിൽ രാശിയില്ല. ജനിച്ച സ്ഥലത്ത് എനിക്ക് രാശിയില്ല. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് രാശിയില്ലാത്തത് തൃശ്ശൂരിനല്ല, തൃശ്ശൂരത്തെ കുറേ ആളുകളുണ്ട്. അവരുള്ളിടത്തോളം കാലം തൃശ്ശൂർ രാശിക്ക് ബുദ്ധിമുട്ടായിരിക്കും.